उसी का धन्यवाद कि प्रभु ने आपको और एक अच्छा अवसर दिया एक और बार सब लोग एकत्र होने के लिए। നമുക്ക് ഇന്നത്തെ ആ, പഠനത്തിനായിട്ട് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. आज का वचन का अभ्यास के लिए हम लोग पहला यूहन्ना से हम पढ़ेंगे। 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 7 വാക്യം. पहला यूहन्ना 4 का 7 में हम पढ़ते हैं। पढ़े। हे प्रियो, हम आपस में प्रेम रखें, क्योंकि प्रेम परमेश्वर से है। और जो कोई प्रेम करता है वह परमेश्वर से जन्मा है और परमेश्वर को जानता है। ഓക്കെ, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് Praise the Lord, നമ്മള് all of you. പറയുമ്പോൾ സാധാരണ രീതിയിൽ ലോക മനുഷ്യരും ദൈവസ്നേഹത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. प्रेम के विषय में हम जानते समय में अभी हमने पढ़ा कि परमेश्वर की ओर से आते हैं। और हम देखा जाए तो संसार के लोग भी आपस में प्रेम रखते हैं। അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹമുണ്ട്, മനുഷ്യനിൽ നിന്ന് വരുന്ന സ്നേഹമുണ്ട്. इस रीति से हम देखते हैं कि परमेश्वर से और की ओर से भी प्रेम आता है और मनुष्य से भी प्रेम आता है। അപ്പം മനുഷ്യനിൽ നിന്ന് വരുന്ന ആ സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ രുചിച്ചറിയുന്നതാണ് നമ്മള് ഏതാണ് യഥാർത്ഥ സ്നേഹമെന്ന് അറിയാൻ ഇടയായിത്തീരുന്നത്. परंतु एक व्यक्ति जब वो समझ में वो व्यक्ति का उद्देश्य विश्वासी का उद्देश्य को ये बात में पहचानना है कि मनुष्य का प्रेम में और परमेश्वर का प्रेम में क्या अंतर है। जब वो दोनों का फर्क समझेगा तभी उसको मालूम पड़ेगा कि असली प्रेम कौन सा है। അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം നേരിട്ട് ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം അറിയുന്നത് ഒരു ഭൗമികമായ വസ്തുക്കളിൽ കൂടോ ഇന്ദ്രിയങ്ങളിൽ കൂടെയല്ല, അത് ക്രൂശ് മുഖാന്തരമാണ് നമ്മളിലെ ഹൃദയത്തിലേക്ക് ആ സ്നേഹത്തിന്റെ ഘടന എന്താണ് എന്നുള്ളത് എത്തിച്ചേരുന്നത്. परमेश्वर की ओर से प्रेम जब हम जानने के विषय में हम देखते समय में परमेश्वर का प्रेम जब एक व्यक्ति के ऊपर प्रकट होते समय में वो किस रीति से प्रकट होता है। कोई बाहरी रीति से शारीरिक अनुभव में से या वो कुछ गुजरा एक्सपीरियंस है उससे नहीं है, परंतु कलवरी क्रूज की ओर से है वो व्यक्ति प्रेम क्या है समझ पाता है। റോമലേഖനം അതിന്റെ 5 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കുമ്പോൾ रोमियो का पुस्तक 5 का 8 जब पढ़ते समय में हम इस रीति से हम देखते हैं ദൈവത്തിന്റെ സ്നേഹം വരുന്നത് ഏത് വഴിയിലാണ്? മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവം ഓരോ മനുഷ്യനിലേക്ക് അവന്റെ സ്നേഹത്തെ എത്തിക്കുന്നത്. तो मनुष्य लोग जैसा सोचते हैं आपस में कि कैसा प्रेम है करके या आना चाहिए करके उस रीति से नहीं है परमेश्वर अपना प्रेम प्रकट करता है। അപ്പൊ നമുക്ക് റോമലേഖനം 5 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കുമ്പോൾ जब हम लोग रोमियो का पुस्तक 5 का 8 में हम पढ़ते समय में हम देखते हैं അവിടെ എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്നുള്ളതിന് ഒരു വ്യക്തത കാണുന്നുണ്ട്. वहां पर हम परमेश्वर किस रीति से मनुष्य जात पर प्रेम किया करके उसका एक स्पष्टता को हम देख सकते हैं। നമ്മള് റോമാലേഖനം അതിന്റെ 5 അധ്യായത്തിലേക്ക് പിന്നീട് നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തിലേക്ക് നമ്മൾ വരും. ये ഒരു बात में വാക്യം हम കൂടെ आएंगे। നമുക്ക് വായിക്കാം. 5-19 നമ്മൾ വായിക്കുമ്പോൾ 5 का 8 पढ़ने से पहले हम लोग 5 का 19 भी हम उसके साथ हम देखेंगे। സർവ്വ മനുഷ്യരെയും ദൈവം അനുസരണക്കേടിന് കീഴിൽ അല്ലെങ്കിൽ പാപികൾ എന്ന് ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആ പാപി എന്ന് മുദ്ര കുത്തി അവനെ തള്ളിക്കളയുകയല്ല, പിന്നെയോ വേറൊരു മനുഷ്യന്റെ അനുസരണത്തിലൂടെ നമ്മളെ സ്നേഹിക്കാനുള്ള വഴി ദൈവം തുറക്കുകയാണ് ചെയ്തത്. जब एक मनुष्य क्या अनाज्ञाकारिता की वजह से जब जो मनुष्य जात पापी ठहराए गए थे जिसकी वजह से सब लोग परमेश्वर के दुश्मन बन गए थे, ऐसे हालत में परमेश्वर ऐसे दुश्मनों को ठुकरा नहीं रहा बल्कि एक मनुष्य को भेजकर आज्ञा मानने से वो एक धार्मिकता का रास्ता खोलकर हमें उद्धार का रास्ता हमें दे रहा है। അപ്പോൾ അവിടെ 5:19 റോമലേഖനം 5:19 യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിവാന്മാരായി തീരും എന്നുള്ളത് നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആദ്യ പടിയാണ്. കാരണം നമ്മളെ യേശുക്രിസ്തു എന്ന ഏകനാൽ
നീതിവാന്മാരാക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു എന്നുള്ളത് അടിസ്ഥാനപരമായ നിത്യതയോട് ബന്ധപ്പെട്ട നശിച്ചു പോകാത്ത ദൈവത്തിന്റെ ഒരു തീർപ്പാണ്, ദൈവത്തിന്റെ ഉടമ്പടിയാണ് തന്റെ പുത്രനിലൂടെ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത്. तो एक ही मनुष्य की आज्ञा मानने से बहुत लोग धर्मी ठहराए गए बोलते समय में वो एक ही मनुष्य यानी कि यीशु मसीह के द्वारा मनुष्य जात को बचाने के लिए यीशु मसीह का आज्ञाकारिता की वजह से मनुष्य जात को जो उद्धार मिल रहा है, ये परमेश्वर की ओर से वो प्रेम है और वो एक वाचा है, एक प्रतिज्ञा है जो परमेश्वर मनुष्य के साथ बांध कर बचाने को देख रहा है। അപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ, ദൈവം സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു സ്നേഹത്തെ നമ്മൾ പലപ്പോഴും നമുക്കൊരു ഭൗമിക നന്മ കിട്ടുമ്പോൾ, നമുക്ക് ഈ ലോകത്തിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, ഭൗമിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ യഥാർത്ഥ ദൈവസ്നേഹത്തെ തിരിച്ചറിയേണ്ടത് തന്റെ പുത്രനിലൂടെ നമ്മളെ നീതിവാന്മാരാക്കിയതിലൂടെയാണ് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതെന്ന് നമ്മൾ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. तो परमेश्वर अपना प्रेम को प्रकट किस रीति से करता है करके हमें समझना है, और वो है कि सिर्फ अपना पुत्र के द्वारा है अपना प्रेम को प्रकट किया है। तो हमारा जो स्वाभाविक रीति से हम जो सोचते हैं कि हमको जो शारीरिक रीति से जो हमको कुछ लाभ मिला या कुछ हमको कुछ फायदा हुआ, वो बात के अनुसार नहीं है। जैसा हम लोग रोमियो का पुस्तक 5:8 में पढ़ते समय में हम इस रीति से हम देखते हैं। അപ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വം അത് അത് സവിസ്തരം നമ്മൾ ഗ്രഹിക്കും തോറും, പിന്നെയും പിന്നെയും ഗ്രഹിക്കും തോറും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നു. तो इसके लिए पवित्र आत्मा हमें इस बात को, जब एक व्यक्ति परमेश्वर का प्रेम को उस क्रूस के द्वारा अपने पुत्र के द्वारा मनुष्य जात को दिया है करके, जितना वो व्यक्ति पवित्र आत्मा की मदद से वो पहचानते जाएगा, उतना पवित्र आत्मा परमेश्वर के प्रेम की गहराई की ओर लेकर जाएगा। അപ്പം ദൈവം തന്റെ പുത്രനെ കൂടെ സ്നേഹിക്കുമ്പോൾ തന്നെ പുത്രനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ദൈവസ്നേഹത്തെ പ്രകടമാക്കാനായിട്ട് മനുഷ്യ ഹൃദയങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്. परंतु जब मनुष्य स्वाभाविक रीति से जब परमेश्वर का ये प्रेम को देखते समय में मनुष्य क्या करता है, परमेश्वर का प्रेम को पाने के लिए यीशु मसीह को ठुकरा कर वो लोग परमेश्वर का प्रेम को चाहने का कोशिश करते हैं। അപ്പോൾ അവിടെ നമ്മള് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ഉപദേശ പിശകാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒരു സംവിധാനമായിരുന്നു. ദൈവസ്നേഹം പൊതുവെ പറയുന്നു, അത് പക്ഷെങ്കിൽ ക്രിസ്തുവിൽ കൂടെ അല്ല എന്നുള്ള രീതിയിൽ. കാരണം ദൈവത്തെ നേരിട്ട് മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സഭ അല്ലെങ്കിൽ ചില ഉപദേശകന്മാർ കടന്നുപോയി. तो पहला सप्ताह में क्या हो गया, फर्स्ट सेंचुरी में ऐसा अवस्था आ गया कि वहां पर एक ऐसा उपदेश वहां पर आने लगा कि लोग परमेश्वर का प्रेम को वो लोग जब प्रचार करते समय में या ऐसे ऐसे उपदेश देते समय में कि परमेश्वर प्रेम करता है, उनका उपदेश में लोगों को ऐसा सिखाने लगा कि परमेश्वर का प्रेम मसीह को छोड़कर या मसीह उस प्रेम में मौजूद नहीं है, मसीह को बाहर रखकर वो लोग परमेश्वर का प्रेम को प्रकट करने की बातें वो लोग करने लगे। इस रीति से एक गलत उपदेश उन दिनों में लोगों में फैलने लगा। എന്ന് പറഞ്ഞാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ ഒരു മധ്യവർത്തി കൂടാതെ നേരിട്ട് മനുഷ്യനെ സ്നേഹിച്ചു, അതിന് യേശു ഒരു മുഖാന്തരമല്ല എന്ന ഉപദേശമാണ്. അതിനാണ് ആന്റി ക്രൈസ്റ്റ്. യേശുവിനെ ക്രിസ്തു അല്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനല്ല എന്ന് നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. तो यूहन्ना का पुस्तक में जब लेखा हम पढ़ते समय में, यूहन्ना का लेखा के समय में, उस समय में उधर के लोगों ने क्या, वो लोग ने सिखाने लगा लोगों को उस समय के लोगों को ये उपदेश सिखाने लगा कि परमेश्वर जो है मनुष्य जात से प्रेम करता है, और उस परमेश्वर तो यूं ही पर मनुष्य जात से प्रेम करते ही रहता है, उसमें यीशु का जरूरत नहीं है मनुष्य परमेश्वर का प्रेम प्रकट होने के लिए। इस रीति से प्रभु को छोड़कर या प्रभु को उसमें कोई मूल्यता नहीं है, या प्रभु हमारा पिता परमेश्वर का प्रेम हमारे बीच में पहुंचने के लिए मध्यस्थ नहीं है, परमेश्वर डायरेक्टली हमसे प्रेम करता है करके, इस रीति से मसीह विरोधी का उपदेश जो एंटी क्राइस्ट है, मसीह विरोधी का, जो मसीह को ठुकरा कर अन्य बातों को बोलकर परमेश्वर से जोड़ने का बात का विषय का उपदेश उन दिनों में आने लगा जब यूहन्ना खत लिखते समय में, उस समय में ऐसा हुआ। അപ്പൊ അവിടെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 2:19 വായിക്കുന്നുണ്ട്. पहला यूहन्ना 2:19 में इस रीति से हम पढ़ते हैं, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. वे निकले तो हम में से ही थे,
पर हम में के नहीं थे। അപ്പോൾ ഇവിടെ ആരാണ് ഈ കൂട്ടര്? तो ये कौन से जो लोग थे जो हमारे बीच हम में के थे, लेकिन हम में के नहीं, हमारे बीच में से तो निकले परंतु हम में के नहीं थे। അപ്പൊ ഇവിടെ അതിന്റെ 21 വാക്യത്തിൽ പറയുന്നുണ്ട്, 21 में हम पढ़ते हैं, നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, मैंने तुम्हें इसलिए नहीं लिखा कि तुम सत्य नहीं जानते, നിങ്ങൾ അത് അറിയുകയാലും. परंतु परंतु इसके लिए कि तुम जानते हो। അപ്പൊ എന്താണ് ആ സത്യം? സത്യം എന്ന് പറയുന്നത് ദൈവം തന്റെ പുത്രനിലൂടെ സ്നേഹിച്ചു, ദൈവം നിത്യ സ്നേഹവാനാണ് എന്ന സത്യമാണ്. ആ സത്യം പുത്രനിലൂടെ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ പുത്രനിലൂടെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതാണ് സത്യം. तो सत्य, तो ये तुम सत्य जानते हो, वो सत्य क्या है कि परमेश्वर प्रेम तो कर रहा है, परमेश्वर प्रेम है, परंतु वो प्रेम अपने पुत्र के द्वारा प्रकट हुआ है। पुत्र है वो जरिया जिसके वजह से हमें परमेश्वर का प्रेम को मालूम पड़ा। എന്നാല് അങ്ങനല്ല ദൈവം, അല്ലെങ്കിൽ ഈ യേശുക്കളിൽ കൂടി അല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്നുള്ള ഉപദേശമാണ് അവിടെ വായിക്കുന്നത്. അവിടെ അതിന്റെ 22 വാക്യം. 22 में हम पढ़ते समय में, परंतु ऐसा इस रीति से नहीं, यीशु को जरूरत नहीं है परमेश्वर का प्रेम प्रकट करने के लिए, या यीशु जरिया नहीं था परमेश्वर का प्रेम प्रकट होने के लिए, ऐसा कुछ झूठे लोग आकर गवाही देने लगे थे। അപ്പൊ 22 വാക്യത്തിൽ വായിക്കുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ. അപ്പൊ നമ്മള് ഈ അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അവസാന 7 വർഷം ലോകത്തെ ഭരിക്കുന്ന ഒരു അന്തിക്രിസ്തുവിനെ എന്നുള്ള രീതിയിലല്ല വേദപുസ്തകം അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. तो झूठा कौन है? जो यीशु के मसीह होने का इनकार करता है। तो यही है सच्चा झूठा, जो है मसीह विरोधी का आत्मा जो कार्य करता है। तो मसीह विरोधी मतलब क्या? जो 7 साल में इस दुनिया में जब महाक्लेश आएगा, पूरा दुनिया के सामने मसीह लोगों को, या जो सच्चा जीवित है परमेश्वर को ठुकराने का जो उपदेश देगा, वो उस समय का महाक्लेश का समय का बात नहीं कर रहा है मसीह विरोधी को वो व्यक्ति। അപ്പോൾ ഈ ലോകത്തിൽ ആ അന്തിക്രിസ്തു വരുന്നതിന് മുൻപേ തന്നെ, അക്ഷയമായിട്ടൊരു അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ അനേകം അന്തിക്രിസ്തുക്കൾ ഭൂമിയിൽ ഉണ്ട്, അല്ലെങ്കിൽ അപ്പോസ്തലരുടെ സമയത്ത് തന്നെ ഉണ്ട്. അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരണം നമുക്ക് തരികയാണ്. तो ये सिर्फ जरूरी नहीं है कि महाक्लेश के समय में ही जो मसीह विरोधी सच्ची में शरीर रीति से प्रकट हो रहा है, वैसा ही उतना ही नहीं, बल्कि उसके पहले ही खास रीति से प्रेरितों के समय से बहुत से लोग उसी मसीह विरोधी का आत्मा में कार्य कर रहे थे, और वो लोग मसीह विरोधी का काम करके इस दुनिया में परमेश्वर का वचन के खिलाफ बात करने वाले लोग थे। तो इस रीति से झूठा कौन है या मसीह विरोधी कौन है, इस रीति से सच्चा विश्वासी कैसा मसीह विरोधी को पहचानना चाहिए करके वो बातें यहाँ पर लिखा हुआ है। അപ്പൊ 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നത്. കാരണം സത്യത്തെ അറിയുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. 20 में हम पढ़ते समय में हम देखते हैं कि जो तुमसे जो पवित्र का जो अभिषेक हुआ है, उससे तुम सब बातें जानते हो। मतलब पवित्र आत्मा की मदद से हम प्रभु का वचन का सत्य को पहचान पाते हैं जो यीशु मसीह में है। അപ്പൊ ആത്മാവിലുള്ള അഭിഷേകത്തിലൂടെ നമുക്ക് അറിയാം, അത് മാനുഷിക രീതിയിൽ അറിയാൻ കഴിയത്തില്ല. ആത്മാവിലുള്ള അഭിഷേകത്തിലൂടെ ഒരു സത്യം നമുക്കറിയാം, യേശു ക്രിസ്തു പിതാവിന്റെ ഏകജാതനായ പുത്രനാണ്. तो मतलब इसका मतलब ये है कि आत्मा का अभिषेक से हम लोग ये बात जान सकते हैं, यानी कि ये मनुष्य का रीति से, मनुष्य का खुद का काबिलता से नहीं पहचान पा रहा, ये आत्मा की मदद से है, जो वो समझ पाता है कि यीशु मसीह वो सत्य है जो परमेश्वर का पुत्र है। അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല എന്ന് നിഷേധിക്കുന്നവരാണ് അന്തിക്രിസ്തു. तो मसीह विरोधी कौन है? जो ये टुकराता है कि यीशु परमेश्वर का पुत्र है। അതിന്റെ 22 വാക്യം വായിക്കുമ്പോൾ, जब हम लोग 22 में हमने पढ़ा कि झूठा कौन है, केवल वह जो यीशु के मसीह होने का इनकार करता है। യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആകുന്നു. हाँ, झूठा कौन है? केवल वही जो यीशु के मसीह होने का इनकार करता है। അപ്പൊ ഒരാള് യേശു ദൈവത്തിന്റെ പുത്രനല്ല എന്ന് നിഷേധിച്ചാൽ ആ വ്യക്തി പിതാവിനെ നിഷേധിക്കുന്നു, പുത്രനെ നിഷേധിക്കുന്നു. जिस किसी ने यीशु परमेश्वर का पुत्र नहीं है करके, या यीशु ही वो मसीह है जो बचाने आया है करके ये बात को नहीं मानता, उन्होंने पिता को भी ठुकरा दिया और उन्होंने पुत्र को भी इनकारा। അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ എത്തിച്ചേരുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണെന്നുള്ള കൃത്യമായ ഇടപെടൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുമ്പോൾ, അങ്ങനല്ല, ദൈവം നമ്മളെ നേരിട്ട് സ്നേഹിക്കുകയാണ്,
എന്നുള്ള വസ്തുതയിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നമ്മളെ നിഷേധിക്കുന്നു. तो यीशु के द्वारा ही हमें परमेश्वर का सब बातें हमें ग्रहण करने होता है। यीशु ही है जो परमेश्वर का मसीह और वो पुत्र है जो हमें इस दुनिया में भेजा गया है बचाने के लिए करके। ये सत्य को हटाकर यीशु का जरूरत नहीं है, डायरेक्टली हम परमेश्वर से हमारा संबंध है, उसको हमसे प्रेम करता है करके ऐसा झूठा उपदेश जो है मसीह विरोधी की ओर से आता है। ഇവിടെ കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. प्रभु जब प्रार्थना करते समय में वहां पर एक बात वहां पर प्रभु कहता है, അവിടെ യേശു ക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിലേക്ക് വിശ്വസിച്ചു വരുന്നവർക്കെല്ലാം സ്നേഹത്തിന്റെ ഒരു തികവും ഐക്യതയും ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. तो जो यीशु मसीह के द्वार से मतलब यीशु मसीह पे के ऊपर जो जो लोग विश्वास करेंगे वो विश्वास करने के द्वारा पिता की ओर और पुत्र की ओर एक एकता बने रहना चाहिए करके ऐसा प्रार्थना यीशु पिता से करता है। ഏഹ് ആ നീ അവരെ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. അതിന്റെ 17 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു. उसका 17 का 23 में हम पढ़ते समय में मैं उनको उनमें और तू मुझ में है जो सिद्ध हो जाए और ये जगत जान ले कि तू मुझे भेजा है और जैसा तू मुझसे प्रेम रखा है वैसे ही उनसे प्रेम रखा। എന്നെ സ്നേഹിക്കുന്നത് പോലെ, जैसा तूने मुझसे प्रेम किया। അതിന്റെ അർത്ഥം എന്താണ്? എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മള് ബലഹീനരായിരുന്നപ്പോൾ, നമ്മള് അല്ലെങ്കിൽ അഭക്തരായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. तो जैसा प्रभु पिता परमेश्वर ने यीशु से प्रेम किया वैसे ही हमसे प्रेम किया। मतलब उसका मतलब क्या है? जैसा हम लोग रोमियो का पुस्तक 5 में हम पढ़ते समय में हम देखते हैं कि परमेश्वर ने किस रीति से, जब हम लोग अभक्त थे, जब हम लोग पापी ही थे, जब हम लोग शत्रु थे, ऐसे समय में परमेश्वर ने हमसे प्रेम किया। അപ്പോൾ യേശുവിനെ ദൈവം സ്നേഹിച്ചപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു അവസ്ഥ യേശുവിനില്ല. तो मनुष्य का संबंध में मनुष्य जो दुष्ट और पापी है और जो गिरा हुआ है, ऐसा रीति का अवस्था यीशु में नहीं है। യേശു ഒരിക്കലും അഭക്തനായിരുന്നിട്ടില്ല. यीशु अपने जीवन में कभी अभक्त नहीं रहा। യേശു ഒരിക്കലും പാപിയായിരുന്നിട്ടില്ല. यीशु कभी भी अपना जीवन में पापी का दशा में नहीं गया। എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു. परंतु परमेश्वर जब हमसे प्रेम करते समय में हम लोग अभक्त और पापी और गिरे हुए लोग थे और श्रापित थे। അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ വ്യത്യാസം എന്താണ്? तो जैसा हमने यूहन्ना में पढ़ते समय में जैसा पिता ने यीशु से प्रेम किया उसी रीति से हमसे भी प्रेम करता है बोलते समय में उसका वाक्य का अर्थ क्या है? ആ അപ്പോൾ യേശുവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പിന്നെ യേശുവിന്റെ ജീവനിലാണ് നമ്മളെ ദൈവം കാണുന്നത് എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ജീവൻ പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ നമ്മളെ പാപം ചെയ്യാത്തവരായിട്ടാണ് നിഷ്കളങ്കരും വിശുദ്ധരുമായിട്ട് ദൈവം കാണുന്നത്. അതാണ് യേശുവിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹം. तो यीशु की ओर से हमें पिता का प्रेम मिला और जैसा पिता परमेश्वर यीशु से प्रेम करता है उसी रीति से हमें भी प्रेम करता है करके बोलते समय में उसका मतलब क्या है? जैसा पिता परमेश्वर यीशु को जिस रीति से और पदवी से आधार से देखता है उसी रीति से पिता परमेश्वर हमें भी देखता है। मतलब उद्धार पाने की वजह से, यीशु मसीह में हम विश्वास कर उद्धार पाने की वजह से के बाद जैसे यीशु निष्कलंक है और वो सिद्ध है, पवित्र है, निष्कलंक है, वही सेम रीति से हम भी मसीह में विश्वास करने की वजह से हम भी निष्कलंक हो गए, हम भी शुद्ध हो गए, हम लोग भी पवित्र हो गए और हम लोग सिद्ध किए हुए लोग हैं। वही सेम दर्जा जैसा यीशु मसीह का था वही सेम दर्जा हमें भी मिलने की वजह से वही सेम प्यार हमें भी मिल रहा है। അപ്പൊ നമ്മുടെ പഴയ ജഡത്തിൽ നിന്ന് എന്തെങ്കിലും നല്ലതാക്കി നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതില്ല. നമ്മൾ നേരിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്തിൽ ഉണ്ടായിരുന്ന ആ ജീവനെ തന്നുകൊണ്ടാണ് ദൈവം സഭയെ രൂപീകരിക്കുന്നത്. इसके लिए परमेश्वर जब हमें परमेश्वर की उपस्थिति में बने रहते समय में हमें कुछ सजा बुझा कर या हमें रिपेयर करके नहीं, बल्कि मसीह का जो जीवन है उसी जीवन हमें देकर वो हमें पिता परमेश्वर की उपस्थिति में खड़ा करके प्रस्तुत कर रहा है। അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ തന്നെയാണ് സഭയുടെയും ജീവൻ എന്നുള്ള നിലയിൽ വിശ്വാസത്തിന്റെ ആ മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ ഇതാണ് ഹോളി സ്പിരിറ്റിന്റെ അഭിഷേകത്തിലൂടെ നമ്മൾ അറിയുന്നത്. എന്ത്? നമ്മളെ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് അറിയുന്നത്. ആ അറിയുന്ന ആ ജീവനാണ് നമ്മുടെ ജീവനായിട്ട് തീരുന്നത്.
जिसके वजह से यीशु मसीह का जो जीवन जिसमें यीशु में है, वही जीवन हम विश्वास करने की वजह से हमारे अंदर बहाया गया, वही जीवन हमारे अंदर है, जिसकी वजह से हमारा नया जन्म हुआ। उस नया जीवन जन्म की वजह से हम लोग क्या हो गए अभी, हमें वही जीवन, प्रभु का जीवन अभी हमारे अंदर है, जिसके वजह से पवित्र आत्मा के द्वारा हम ये बात जान पा रहे हैं। इसके लिए एकमात्र सत्य परमेश्वर ने जो पिता पर यीशु मसीह को भेजा है, और उस यीशु मसीह को जानना ही अनंत काल का जीवन है। तो वो हम क्या जान रहे हैं उस समय में, कि यीशु ही परमेश्वर का पुत्र है, जिन्होंने हमें पापियों को बचाने के लिए भेजा, और उस बेचकर जो कोई भी उस पर विश्वास करता है, उनके अंदर वही यीशु मसीह का जीवन है। ये बात जानने से हमारे अंदर अनंत काल का जीवन है। അപ്പൊ സ്നേഹത്തിന്റെ ഐക്യത്തിലേക്ക് വരണമെങ്കിൽ പുത്രൻ പിതാവിലും ആ, സഭ ക്രിസ്തുവിലും എന്ന രീതിയിൽ നാം ഒന്നാകേണ്ടതിന്, അല്ലെങ്കിൽ അവരും നമ്മളും ഒന്നാകേണ്ടതിന്, അപ്പം ജീവനിലുള്ള ഐക്യതയാണത്. तो परंतु इस प्रेम का पूर्णता में हमें होना है, जिस रीति से पिता पुत्र में है और हम मसीह में है करके, इस रीति से हम लोग उनमें एक है करके दशा में होने की वजह से हम उस प्रेम का पूर्णता में पहुंच रहे हैं। അപ്പോൾ ആ സ്നേഹത്തിൻ്റെതായ പ്രദർശനമാണ് നമ്മൾ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. और इस रीति से वो मसीह पर पिता परमेश्वर का प्रेम हमारे अंदर जो आया है करके, उसका प्रदर्शन या प्रकटीकरण है कि हम लोग विश्वासी लोग आपस में भाई भाइयों से प्रेम करता है। അപ്പൊ അതിന്റെ 1 യോഹന്നാൻ 4 8 വാക്യത്തിൽ पहला यूहन्ना 4:8 में हम लोग इस रीति से हम पढ़ते हैं, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. जो प्रेम नहीं रखता वो परमेश्वर को नहीं जानता। അപ്പൊ അതാണ് 17 വാക്യത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17 ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്ന ആ ജീവൻ, അല്ലെങ്കിൽ അതെന്താണ് എന്ന് അറിയുന്നത്, അതാണ് ഇവിടെ കൊടുത്തു പറയുന്നത്. സ്നേഹിക്കാത്തവൻ, അല്ലെങ്കിൽ പിതാവിനെയും പുത്രനെയും സഹോദരന്മാരെയും സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവ यही സ്നേഹം बात തന്നെ. यही बात हम लोग जो अपने शुरू पहला हमने पढ़ा यूहन्ना 17:3 में, कि अनंत काल का जीवन क्या है, कि वो हम लोग यीशु मसीह पर पिता परमेश्वर ने अपना पुत्र को भेजा, ये बात जानना। तो ये हम क्या जान रहे हैं, कि यीशु मसीह परमेश्वर की ओर से आया हुआ है, और वो परमेश्वर का पुत्र है, और वो हमसे प्रेम करता है। और ये जीवन जब हमारे अंदर आने की वजह से हम पहचान पा रहे हैं, जिसके वजह से हम समझ पा रहे हैं कि परमेश्वर का प्रेम पुत्र के द्वारा भेजा गया, जो हम जान सके। परंतु അപ്പൊ जो ये बात को विश्वास नहीं करता, जो ये बात को नहीं मानता, उसके अंदर परमेश्वर का प्रेम नहीं है। നമ്മള് 1 യോഹന്നാൻ 4:9 ഇതാണ് വായിക്കുന്നത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. पहला यूहन्ना 4:9 में हम पढ़ते समय में हम लोग ये कि हम उसके द्वारा हम जिए। परमेश्वर ने अपना पुत्र को इसके लिए भेजा कि हम जान सके, कि ताकि हम लोग उसके द्वारा जी पाए, इसके लिए परमेश्वर ने पुत्र को भेजा। പക്ഷെ ആ ഒരു നിലയിലല്ല നമ്മൾ പലപ്പോഴും യേശു കർത്താവ് വന്നതിനെ കുറിച്ച് കാണുന്നത്. परंतु हम लोग आज भी उनको क्या इसी रीति से देखते हैं क्या? क्या यीशु को हटा के देख रहे हैं हम लोग? നമ്മള് കർത്താവ് വന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഈ ഒരു വശം മാത്രമാണ് നമ്മൾ കൂടുതൽ എംബസിസ് ചെയ്യുന്നത്. അതായത് 1 കൊരിന്ത്യർ 15 पहला അതിന്റെ 3 पहला कुरिन्दी 15:3 में हम पढ़ते समय में, ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, ഇതിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു, ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ യേശു വന്നതിന്റെ ഉദ്ദേശത്തിലേക്ക് വരുന്നില്ല. तो तो इसी हम क्या विश्वास करना है, कि पहला कुरिन्दी 15:3 में, कि सबसे पहला हम पढ़ते हैं कि पवित्र शास्त्र के अनुसार यीशु मसीह हमारा पापों के लिए मरा। इसी आधार पर ही हमें बने रहना है। 15 പറയുന്ന ആ ഒരു കാര്യം മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നമ്മുടെ തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുതി. ഇത് നമ്മൾ പൊതുവായി വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാത്രം പോരാ എന്നാണ് യോഹന്ന ലേഖനത്തിൽ വായിക്കുന്നത്. हाँ, तो हम लोग जो स्वाभाविक रीति से विश्वासी लोग यीशु मसीह को कितना कितना रीति से जानते हैं, कितना कितना बातों तक जानते हैं। वो लोग सिर्फ इतना जानते हैं, जैसे पहला कुरिन्दी 15:3 और 4 में हम पढ़ते समय में, पवित्र शास्त्र के अनुसार यीशु मसीह हमारे पापों के लिए मरा, वो गाड़ा गया और तीसरा दिन जी उठा करके। स्वाभाविक रीति से सभी विश्वासी सिर्फ इतना ही बात जानते हैं, और इतना ही बात पर वो लोग सीमित रहते हैं। परंतु पहला यूहन्ना पढ़ते समय में हम देखते हैं कि इससे आगे भी और बातें हैं।
അപ്പൊ യേശു വന്നത് എന്താണെന്ന് പൊതുവെ എല്ലാ ക്രിസ്ത്യാനികളും, മർത്തോമക്കാരും കത്തോലിക്കരും ബന്ധുക്കോസുകാരും ബ്രദറുകാരും എല്ലാം വിശ്വസിക്കുന്നു, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നു. स्वाभाविक रीति से सभी मसीह जात के लोग, सभी प्रकार के मसीह संगठना के लोग, चाहे वो पेंटकोस के क्यों ना हो, या वो ब्रदरन के क्यों ना हो, क्या वो मर्तोमा हो या कैथलिक हो या नामदारी हो, सब प्रकार के मसीह संगठना के लोग वो लोग इतना बातों में वो लोग जानकर मानते हैं और उतने में ही चलते हैं कि यीशु मसीह आया और हमारा पापों के लिए मरा। എന്നിട്ട് തുടർന്നുള്ള ജീവിതത്തിൽ ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പിന്നെ ക്രിസ്തുവില്ല, ക്രിസ്തുവിനെ और നിഷേധിക്കുന്നു. अब और फिर उसका आगे का जो मसीह जीवन, जो जिंदगी वो लोग जी रहे हैं, मसीह जीवन में वो लोग उन मसीह का प्रभुत्व को मानकर नहीं जी रहे, मसीह में अधीन होकर नहीं जी रहे, मसीह का उसी जीवन में जो जीवन उनको मिला गया है उसी जीवन में बने रहकर नहीं जी रहे। എവിടെയാണ് ക്രിസ്തുവിനെ നമ്മൾ, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാവങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നു, പക്ഷെങ്കിൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പ്രായോഗിക ജീവിതം. അതാണ് നമ്മൾ വായിച്ചത്. അവന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം. तो हमने विश्वास तो किया कि यीशु मसीह कलवरी क्रूस में बचा, कि हमारे पापों के लिए मरा है करके, उतना हम विश्वास तो कर रहे हैं, परंतु व्यक्तिगत जीवन में जब हम लोग अनुभव करते समय में हम लोग यीशु मसीह को ठुकरा कर जी रहे हैं, जिसका आधार में हमने पढ़ा पहला यूहन्ना 4:8 में पढ़ते समय में हमने देखा, 8 और 9 में हमने देखा അവിടെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, ആ ജീവിക്കുക എന്നുള്ള നമ്മുടെ പ്രായോഗിക ജീവിത വശത്ത് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന നിലയിലേക്കാണ് ഇന്ന് നമ്മള് ഒരു സഭാ സമൂഹം എത്തിയിരിക്കുന്നത്. आज मसीह लोग, मसीह दुनिया, मसीह अवस्था कैसा हो चुका है। परमेश्वर ने अपना पुत्र को सिर्फ क्रूस पर पाप के लिए मरने के लिए भेजा है, सिर्फ उतना ही है क्या? पहला यूहन्ना 4:9 में हमने पढ़ा कि परमेश्वर ने अपना एकलौता पुत्र को जगत में इसके लिए भेजा ताकि हम उसके द्वारा जी सके। मतलब हमारा जीवन विश्वासी बन जाने के बाद सिर्फ पाप से ही छुटकारा मिलने के लिए नहीं यीशु मसीह को भेजा है, बल्कि अभी विश्वासी उसी मसीह के जीवन के द्वारा जिए, इसके लिए भेजा गया है। അപ്പം നമ്മള് യേശുവിനെ ജീവിക്കുന്നതിന് പകരം നമ്മൾ കുറെ ലെറ്റർ ആയിട്ട് കുറച്ച് ഉപദേശങ്ങള് പഠിച്ചിട്ട് യേശുവിനെ നിഷേധിച്ച് നമ്മൾ ജീവിതം നയിക്കുകയാണ്. और हम लोग और जिसकी वजह से हम लोग क्या कर रहे हैं, अभी हम लोग यीशु मसीह पाप के लिए मरा है करके बोलकर उतना मानते हैं, परंतु यीशु मसीह जो का सत्य के लिए जो जीना चाहिए उसको ना जीते हुए, बाइबल का कुछ बातों को मानकर, कुछ आज्ञाओं को पालन कर कर, उसको व्यवस्था बनाकर, कानून बनाकर जी रहे, मसीह के जीवन में नहीं जी रहे। നമ്മള് യോഹന്നാൻ 4-ന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ पहला यूहन्ना 4:12 में हम पढ़ते हैं, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ യേശുവിന്റെ ജീവനിലാണ് ഈ അന്യോന്യ സ്നേഹം വരുന്നത്. यदि कोई आपस में एक दूसरे के साथ प्रेम रखे तो इसके द्वारा मसीह का प्रेम हमें सिद्ध होता है। यानी कि क्या? एक दूसरे से प्रेम रखने से हम मसीह का जीवन का वो जो ऊर्जा है, वो जो सामर्थ्य है, और वो प्रेम प्रकट होता है। അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് ക്രിസ്തു പ്രായശ്ചിത്തം വരുത്തിയിട്ട് ആ പ്രായശ്ചിത്തം വരുത്തിയ വ്യക്തി തന്നെ നമ്മുടെ ജീവിതമായി തീരുന്നു. यानी कि क्या? यीशु मसीह जो हमारे लिए पापों के लिए कलवरी क्रूस पर मरा, प्रायश्चित बलि होकर मरा, वो प्रायश्चित किया हुआ व्यक्ति ही हमारे अंदर जीवन बनकर आता है ताकि हम मसीह जीवन जी सके। അതാണ് ദൈവത്തിന്റെ സ്നേഹം വരുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിൽ നിന്ന് ആ സ്നേഹം വരുന്നു എന്ന് പറയുമ്പോൾ, പുത്രനെ പ്രായശ്ചിത്തമാക്കിയിട്ട് ആ പുത്രന്റെ ജീവൻ നമ്മുടെ ജീവനായി തീരുമ്പോൾ പ്രായോഗിക വശത്തെ അവിടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ മാനസാന്തരത്തിന്റെ ആവശ്യകത ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. और इसके लिए परमेश्वर ने अपने पुत्र को भेजा है करके इस अर्थ में ये बात को पूरा होता है कि ताकि हमारा व्यक्तिगत जीवन में भी हम लोग ये बात का अनुभव कर सके। यानी कि जिन जिन लोगों को पाप का क्षमा मिल चुका है, उन्हीं लोगों के जीवन में मसीह जीवन बनकर जीने के लिए आया है करके वो हर एक दिन व्यक्तिगत जीवन में अनुभव कर सकता है। और जैसे जैसे हम लोग ആത്മാവിലുള്ള मसीह जीवन में चलते रहते समय में, कमियां आते समय में तुरंत हमें पवित्र आत्मा प्रकट करेगा और वो कमी के अनुसार हम लोग मन फिराएंगे। इसके लिए आत्मा दिया गया है। അപ്പോൾ നമുക്ക് ക്രൂശിൽ പ്രായശ്ചിത്തമായി തീർന്ന യേശു നമ്മുടെ ജീവിത രംഗത്ത് നമ്മുടെ ദേഹിയിൽ ജീവനായി തീരുന്നതിന്റെ ആ ലൈഫാണ് ഹോളി സ്പിരിറ്റിന്റെ റോള്, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനാലാണ് നമ്മളത് അറിയുന്നത്. അതാണ് അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവനിലും അല്ലെങ്കിൽ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ് ഇവിടെ.
पवित्र आत्मा का काम क्या है, पवित्र आत्मा का रोल क्या है कि वो मसीह जो क्रूस पर मरा, हमारे लिए प्रायश्चित हुआ, वही हमारे जीवन में हमारे जीवन में उसका जीवन प्रकट हो। इसके लिए ही तो आत्मा को हमें दिया गया है। इसके लिए हम लोग ये जान सके कि हम मसीह में हैं और मसीह मुझ में है करके इस अनुभव में हम बने रहे। यही बात हमने यूहन्ना 17 में भी पढ़ा कि यीशु का प्रार्थना था कि हम मसीह में और मसीह हम में बनकर हम एक बने रहे करके देख सके। അപ്പൊ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. तो इससे हम जानते हैं कि हम उस पे बने रहे और वो हम में बने रहे, क्योंकि उसने हमें आत्मा में हमें दिया गया है। അപ്പൊ ആത്മാവിൽ ജീവിക്കുന്ന ജീവിതമുണ്ട്, പിന്നെ നമ്മൾ കുറെ ഉപദേശം പഠിച്ചിട്ട് നമ്മുടെ ദേഹിയിൽ തന്നെ ജീവിക്കുന്ന ജീവിതമുണ്ട്. तो इस रीति से आत्मा में बने रहना, बनकर मसीह जीवन जीना एक जीवन है, परंतु उसी के अलावा हमें शरीर में थोड़ा ज्ञान प्राप्त करके, बाइबल पढ़कर थोड़ा शारीरिक ज्ञान में बुद्धि बढ़ाकर जीना भी कुछ लोग अभी के लोग जी रहे हैं। അപ്പൊ ആ, ഒരു നാമധേയ സഭകളിലെല്ലാം യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അവർ പറയുകയും അപ്പോൾ തന്നെ തങ്ങളുടെ ജീവിത രംഗത്തിൽ അവർ സ്വയത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. तो आज दुनिया में नामधारी लोगों, विश्वासी लोगों में अधिकतर मसीह संगठनों में वो लोग सब ये विश्वास करते हैं कि यीशु मसीह हमारा पाप के लिए मरा है, परंतु व्यक्तिगत मसीह जीवन जीने के समय में वो लोग प्रभु के इच्छा के खिलाफ जीकर अपना मनमानी में जी रहे हैं। അപ്പോൾ വേർപെട്ട സഭകൾ അല്ലെങ്കിൽ കർത്താവിനെ അപവീഞ്ഞുകൾ വെച്ച് കർത്താവിന്റെ ക്രൂശുമരണത്തെയും ക്രൂശിന്റെ വചനത്തിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന സഭകളുടെ പ്രത്യേകത എന്താണ്? ഏതൊരു വ്യക്തി തിരുവെഴുത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു, ഏതൊരു വ്യക്തി തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റോ, അവൻ ഇന്ന് എന്റെ ക്രിസ്തീയ എന്റെ ദേഹിയുടെ ജീവനായി തീർന്നിരിക്കുന്നു എന്നുള്ളത് പിന്നെയും പിന്നെയും അറിഞ്ഞ് അതിൽ പാകപ്പിഴ വന്നാൽ ഉടനെ ഏറ്റുപറഞ്ഞ് ഉടനെ കർത്താവിന്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് ആ ജീവനിൽ റെസ്റ്റോർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ ജീവൻ അല്ലാതെ വേറൊരു ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയില്ല. परंतु जो सच्चा मंडली, जो सच्चा विश्वासी, सच्चा मसीह लोग कैसा है, सच्चा मंडली कौन है? जो जब वो लोग एकत्र होकर आते हैं समय में, पिता वो लोगों ने जो हर एक हफ्ते का पहला दिन प्रभु मेज का अनुभव लेकर और प्रभु का उस प्रेम का गहराई में वो लोग प्रवेश करते हुए वो लोग क्या जान रहे हैं कि पवित्र आत्मा की मदद से वो लोग ये जान रहे हैं कि जिस यीशु मसीह उनके पापों के लिए मरा, वही यीशु मसीह उनको गाड़ा गया, और वही यीशु मसीह जब पुनरुद्धार हुआ, अब वही यीशु मसीह के जीवन के द्वारा विश्वासी जी रहा है, और वही जीवन विश्वासियों के प्राण में आया है, जिसकी वजह से वो विश्वासी जी पा रहा है, और ये प्रतिदिन विश्वासी लोग जानकर जी रहे हैं। ये बात के जानने में कमी होता है तो पवित्र आत्मा उनको प्रकट कराएगा, तुरंत वो लोग मन फिरकर वही सही रास्ते में वापस आकर मसीह के पहचान के उत्तमता में वो लोग बढ़ेंगे। അപ്പൊ നമ്മളെ നീതീകരിച്ച ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഒരു മാനസാന്തരം, അതാണ് നമ്മൾ യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അതാണ്. तो हमें जो बचाया और हमें धर्मी किया हुआ उस यीशु मसीह का वो जीवन के विषय में, जैसा യോഹന്നാൻ ये बात को बोलकर शुरू किया, അത് 1 യോഹന്നാൻ അതിന്റെ 1 അധ്യായത്തിന്റെ 5 വാക്യം. पहला യോഹന്നാൻ 1:5 में हम इस रीति से हम पढ़ते हैं, ദൈവം വെളിച്ചമാകുന്നു. परमेश्वर जो है ज्योति है। ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ എന്താണ്? വെളിച്ചം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് പറയുന്ന വേറൊരു പദമാണ്. കാരണം ദൈവം ഇരുട്ടല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പകയില്ല, പിണക്കമില്ല, ദൈവത്തിൽ യാതൊരു വിധത്തിലുള്ള ഈർഷ്യയില്ല. അപ്പൊ അങ്ങനെയുള്ള ദൈവം, അതിനാണ് ദൈവം വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം എന്നാണ് അർത്ഥം. तो परमेश्वर ज्योति है करके कहने का मतलब क्या है? उसका दूसरा अर्थ यह है कि परमेश्वर प्रेम है, और जिस रीति से परमेश्वर ज्योति है उनमें बिल्कुल अंधकार नहीं है। मतलब क्या? उनमें बिल्कुल नफरत नहीं है, भेदभाव नहीं है, ईर्ष्या नहीं है, वो पूरा प्रेम से भरा हुआ, ज्योति से भरा हुआ परमेश्वर है। അപ്പൊ യേശുവിന്റെ ജീവനിൽ തുടർന്ന് ജീവിക്കുന്നതിനെയാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്നത്. तो यही यीशु मसीह का जीवन में और उसके प्रेम में बने रहने को ही कहते हैं कि उसी जीवन में जीना। അതിന്റെ 6 വാക്യത്തിൽ കൂട്ടായ്മ അവിടെ പറയുന്നുണ്ട്. അവിടെ ആ കൂട്ടായ്മ നമ്മുടെ ജഡജീവനും യേശുവിന്റെ ജീവനും തമ്മിൽ ചേർന്ന് പോകത്തില്ല. तो और उसी के साथ हमारा सहभागिता है करके 6 में हम पढ़ते हैं समय में, सहभागिता, संगति मतलब क्या? हमारा शारीरिक जीवन और आत्मा का जीवन साथ में, ऐसा जो सहभागिता में नहीं होगा, संगति में नहीं होता, दोनों अलग अलग है। നമ്മള് കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ നമ്മൾ തികച്ചും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊരു ഓർമ്മ മാത്രമേ അവിടെ പുതുക്കുന്നുള്ളൂ.
हम लोग प्रभु बेज में जब हम लोग आते हैं समय में, हम लोग प्रभु यीशु मसीह हमारे लिए कलवरी क्रूज पर मरा करके उस बात को हम लोग ज्यादा फोकस करते हैं। എന്നാൽ അവന്റെ ജീവനിലാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്, അവന്റെ ജീവനിലാണ് നമ്മൾ ആ കർത്താവിന്റെ സഭയിലായിരിക്കുന്നത്, അവന്റെ ജീവനിലാണ് അപ്പം ഒന്നായിരിക്കുന്നത്. ആ ഒരു വശവും കൂടെ തീർത്തും മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവം തന്റെ സഭയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. परंतु उसी का जीवन जो हमारे प्राण में आया है, उसी के जीवन के द्वारा हम लोग चलते हैं, उसी के जीवन के द्वारा हम लोग आराधना करते हैं, उसी के जीवन के द्वारा रोटी एक होने की वजह से हम लोग एक देह बन चुका है, और उसी के जीवन की वजह से हम लोग एक कलीसिया बनकर सब लोग एकत्र होकर आराधना करने आते हैं। അപ്പൊ അവന്റെ ജീവനിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മള് ഐക്യത്തിൽ തികഞ്ഞവരായ, ഐക്യത്തിലേക്ക്, ഏകപിതാവിലേക്ക് നമുക്ക് പുത്രമുഖാന്തരം ഐക്യത്തിൽ തികഞ്ഞവരാകാനുള്ള ആ ദൈവികമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ആത്മാവ് നയിക്കുകയാണ്. तो उनके जीवन के में हम लोग जैसा जैसा हम लोग बढ़ते रहते हैं समय में, उनका जीवन के द्वारा जो सिद्धता जो पिता परमेश्वर चाहता है, उसी सिद्धता में हम लोग प्रसिद्ध होते जाते रहते हैं। അപ്പോൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അത് ആരാണ്? വാസ്തവത്തിൽ ആരാണ് ക്രിസ്തുവിനെ നിഷേധിക്കുന്നത്? तो मसीह को कौन ठुकराता है, मसीह को कौन नहीं चाहिए करके कहता है, वास्तव में कौन लोग है वो लोग? അപ്പം നമ്മള് യേശുവിനെ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു എന്നും തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തു എന്നും അവൻ പിതാവിന്റെ പുത്രനാണ് എന്നും പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ മാത്രം വിശ്വസിക്കുകയും ജീവിത നടപടിയോടുള്ള ബന്ധത്തിൽ അവനെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ, അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണ് ഈ ലേഖനങ്ങളിലൂടെ ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുന്നത്. तो इसके लिए हमें प्रभु का वचन का स्पष्टता को हमें समझना जरूरी है कि यीशु मसीह पवित्र शास्त्र के अनुसार सिर्फ हमारे पापों के लिए नहीं आया और गाड़ा गया और पुनरुद्धान हुआ, सिर्फ उतने ही बातों में नहीं, बल्कि वही पवित्र शास्त्र के अनुसार हमें प्रभु का जीवन हमारे जीवन में आया, उसके जीवन में, ताकि उसके जीवन में हम लोग जी सके। ये बात का प्रकट करने के लिए है। पत्रों में जब हम लोग पढ़ते समय में जो अलग अलग लिखा है, जो पत्र लिखा गया है, खास रीति से पहला यूहन्ना में, कि हम लोग उसके जीवन के द्वारा जी सके, सिर्फ आपके लिए मरा ही नहीं, ताकि आगे चलकर उसके जीवन में जी सके, इसके लिए पत्र लिखा गया है। അവിടെ നമ്മള് അപ്പം അന്തിക്രിസ്തു എന്ന് പറഞ്ഞ എതിർ ക്രിസ്തു ആരാണ്? ये तो मसीह विरोधी कौन है? അക്ഷരീയമായിട്ടും അന്നത്തെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ക്രിസ്തുവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. देखो, हम प्रेरितों के समय में भी हम जानते हैं कि लोग मसीह के जीवन से भरकर जीने वाले लोग थे, അവരിൽ പാപം വരാറുണ്ട്. परंतु उनके जीवन में पाप और कमियां आता था। ഒപ്പം ഉടനെ തന്നെ അവർ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കും. तुरंत वो लोग पाप का अंगीकार करके, हमसे गलती हुआ है करके बोलकर, मन फिरकर वो लोग क्षमा मांगकर मसीह में वापस सीधा हो जाते थे। അപ്പോ യേശുവിൽ പാപപരിഹാരം മാത്രമല്ല, പിന്നീട് യേശുവിന് ജീവനാൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ചതെന്ന് അവർ നന്നായി അറിഞ്ഞിരുന്നു. यानी कि वो सारे उस समय के विश्वासी लोग, फर्स्ट सेंचुरी के विश्वासी लोग, प्रेरित लोग, ये अच्छे रीति से समझ गए थे कि यीशु मसीह सिर्फ पाप का हल करने के लिए आया है, सिर्फ उतना ही नहीं, बल्कि उसके आगे विश्वासी बन जाने के बाद मसीह के जीवन के द्वारा वही जीवन जो विश्वासी के अंदर आया है, उसी जीवन का ऊर्जा से वो लोग जीना चाहिए करके ये सत्य भी वो लोग जानते थे। അപ്പോൾ നമ്മൾ കുറേശ്ശെ അല്ലെ കർത്താവായ യേശുവിന്റെ രൂപത്തോട് അനുരൂപമായി തീരുന്നത് യേശുവിന്റെ ജീവനിൽ ജീവിക്കുന്നതിലൂടെയാണ്. इसके लिए हम लोग प्रतिदिन हम लोग मसीह के रूप में अनुरूप होते जा रहे, धीरे धीरे उन्हीं के रूप में अनुरूप होते जा रहे। वो क्यों है? क्योंकि उनका जीवन हमारे अंदर आया है और उसी के जीवन में हम लोग जी रहे, इसके वजह से हम उनके रूप में बदलते जा रहे हैं। യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൽ മാത്രം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം ഉദ്ദേശിച്ച നിലയിലുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കിട്ടുന്നില്ല. परंतु यीशु सिर्फ मेरे पाप के लिए मरा, सिर्फ इतना ही बात में सीमित होकर हम लोग जी रहे, सिर्फ उतना ही हमारा विश्वास है, तो मसीह जीवन का बढ़ोतरी नहीं होगा। അപ്പൊ യേശു വന്നത് എന്തിനാണ്? यीशु मसीह क्यों आया? പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക എന്നതിൽ മാത്രമല്ല, हमारे पापों के लिए मरे, सिर्फ उतना ही नहीं, ഏതൊരുവൻ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയോ അവൻ എന്റെ ദേഹിക്ക് ജീവനാണ്. जिसने मेरा पाप के लिए, छुटकारा के लिए हल दिया, वही व्यक्ति जिसने मुझे हल दिया, बचाया है और अनंत काल का जीवन दिया, वही मेरे अंदर जीवन बनकर मेरा प्राणों को जीवन में मसीह जीवन का ऊर्जा देकर मुझे मसीह जीवन में चला रहा है। അപ്പോ ആ ജീവനിലാണ്. അതുകൊണ്ടാണ് നമ്മള് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടായ്മയിൽ നമ്മൾ വരുമ്പോൾ ഏകപിതാവിന്റെ മക്കളായി, ഏകപിതാവിൻ്റെതായ അനുഗ്രഹം, ആ നമ്മളെല്ലാം മക്കൾ അല്ലെങ്കിൽ പുത്രന്മാരെന്ന് വിളിക്കാൻ ദൈവം അവിടെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ സ്വപുത്രന്റെ ലൈഫ് ഉള്ളവരുകൊണ്ട്. അത് 1 യോഹന്നാൻ 3-ന്റെ 1-ാം വാക്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. കാൺമീൻ
നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അപ്പം ദൈവം നമ്മളെ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ദേഹി ജീവനിൽ ജഡജീവൻ വരുമ്പോൾ ഉപദേശം അറിയാം, പക്ഷേ ക്രിസ്തു അല്ല, ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. इसके लिए हमें यीशु मसीह का जीवन जब हमारे अंदर आने की वजह से और उसी जीवन में हम चलने की वजह से ये बात को तभी हम लोग पहला यूहन्ना 3:1 का वाक्य को वचन को हम लोग और भी गहराई से समझ पाते हैं, क्योंकि पिता परमेश्वर का यही इच्छा है कि हम देखें कि पिता परमेश्वर हमसे कितना प्रेम किया और हम परमेश्वर का संतान कहलाया जाए। ये बात का गवाही हमारे अंदर हो करके ये पिता परमेश्वर जो चाहता है वो यीशु मसीह का जीवन हमारे अंदर आकर उसके चलने की वजह से हम लोग समझ पाते हैं। और ये कितना खुशी देने वाली बात है कि अभी हम लोग परमेश्वर का संतान कहलाए जाते हैं। അപ്പൊ നമ്മളിൽ എന്തെങ്കിലും പഴയ ജീവനിൽ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മളെ അറിയിക്കുന്നു. इसके लिए हम लोग परमेश्वर का जीवन का में हम लोग चलते समय में हमारे जीवन में कुछ भी अगर कमी घटी आए तो परमेश्वर का वो अभिषेक का सामर्थ हमें बताता है। അപ്പൊ അഭിഷേകത്താൽ നമ്മൾ അറിയാം ക്രിസ്തുവിന്റെ ജീവനല്ല എന്റെ പഴയ, ഉടനെ അതിനെ ക്രൂശിലേക്ക് നീക്കം ചെയ്യുകയും വീണ്ടും ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മുടെ ഹൃദയം യഥാസ്ഥാനപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒരു കൂട്ടായ്മയിൽ ഇതാ കാൺമീൻ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന, അപ്പൊ അതാണ് ഈ സ്നേഹം പിതാവിൽ നിന്ന് വന്നിട്ട് അത് പുത്രനിലൂടെ നമ്മളിൽ എത്തിച്ചേർന്ന് നമ്മളും ക്രിസ്തു മൂലം പിതാവിന്റെ മക്കളായി തീർന്ന് ഏക സഭയായി നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തും. तो अभिषेक का सामर्थ क्या करता है? जब भी हमारे जीवन में कुछ भी मसीह का जो सही रीति का चाल चलन जो हमें होना चाहिए था वो नहीं रहेगा, तो अभिषेक का सामर्थ से हमें तुरंत पवित्र आत्मा हमें बताकर हमें हमारे अंदर वो बोध्य लाता है, जिसके वजह से तुरंत हम लोग मन फिरकर वापस हम लोग पुनर्स्थापित हो जाते हैं या मन फिरते हैं। मन फिरने की वजह से हम लोग जिस प्रभु का रास्ते से भटक गया था वापस हम लोग उसी रास्ते के चाल चलन में हम लोग आ जाते हैं, जहां पर प्रभु का जीवन का ऊर्जा बहते रहता है। और उसी ऊर्जा की वजह से क्या हो गया, हम लोग सब लोग मसीह में एक होकर एक ही पिता की उपस्थिति में सब भाई लोग साथ में मिलकर एक ही संगति का एक ही खुशी का अनुभव कर पाते हैं। അപ്പോ ക്രിസ്തുവിന്റെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരുമ്പോൾ അത് ജഡത്തിലായി തീരുകയും നമ്മൾ ഉടനെ യഥാസ്ഥാനപ്പെട്ടിട്ട് അതേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അതെ എനിക്ക് ക്രിസ്തുവിനെ ജീവനായിട്ട് വേണം എന്നുള്ള നിലയിൽ നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടുമ്പോൾ നമുക്ക് എത്രയും വേഗം ഒരു ആത്മീയമായ ഒരു ഉണർവുണ്ടാകുകയും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു ആത്മീയ ഉണർവുള്ളവരായി നമുക്ക് മറ്റുള്ള സഹോദരന്മാരെയും ഈ ആത്മീയ ഉണർവിലേക്ക് നയിക്കാൻ കഴിയും. നമ്മൾ തന്നെ ആത്മീയനായി മുന്നോട്ട് പോവുകയല്ല, മറ്റുള്ളവരെ വിധിക്കുകയല്ല, നീ എല്ലാം ജഡമാണ് ഞാൻ ആത്മീയനാണെന്നൊരു വിധി അവിടെ വരുന്നില്ല. പിന്നെ എന്താണ്? യേശുവിന്റെ സ്നേഹമോർത്ത് സഹോദരന്മാരെയും ആ ആത്മീയ ജീവനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കെട്ടുപണി നടക്കുന്ന അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ഒരു ശുശ്രൂഷ നടക്കുന്ന രീതിയിൽ നമുക്ക് അന്യോന്യം ശുശ്രൂഷിപ്പാൻ ഇടവരുന്ന ഒരു തലമാണ് സഭാജീവിതം അല്ലെങ്കിൽ സഭായോഗം, ഈ ഭൂമിയിലെ നമ്മുടെ സഭാജീവിതം. इसके लिए मसीह के लोगों को मसीह के जीवन में बढ़ना कितना बड़ा आवश्यकता है ये आ चुका है, क्योंकि जैसे ही प्रभु का आत्मा के सामर्थ्य से जब हमें कुछ भी कमी हो जाते समय में, वचन जब हमको प्रकट करते समय में, आत्मा का सामर्थ्य हमें प्रकट करते समय में, हम लोग जब मन फिरकर मसीह में हम लोग जब लौट जाते हैं, उस लौटने की वजह से तुरंत हमारा उन्नति होता है, हमारा बढ़ोतरी होता है। जितना जल्दी हम लोग गलती का एहसास करके मन फिरते समय में, जितना जल्दी हम लोग मन फिरेगा उतना जल्दी से हम लोग वचन का मजबूती में हम लोग स्थिर हो जाते हैं और हमारा बढ़ोतरी होगा। बढ़ोतरी हो जाने के बाद क्या हमारा बढ़ोतरी क्यों हो रहा है? ताकि हम लोग दूसरे भाइयों के लिए भी लाभदायक हो सके। मतलब मैं आत्मिक हूँ, मैंने बड़ा हूँ, मैं अच्छा आदमी हूँ, तुम लोग गलत हो करके ऐसे एक दूसरे को न्याय कर कर विधि में गिराता नहीं है, लेकिन भाईचारे में एक दूसरे को बढ़ाकर सब लोग उसी मसीह के रूप में अनुरूप हो जाए करके उस अवस्थे में पहुंचना ही है सच्चा मसीह जीवन और भाईचारा और संगति और कलीसिया जीवन का उद्देश्य। ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. एक और वाक्य हम पढ़ेंगे, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ पहला यूहन्ना 5:5 में हम पढ़ते हैं, പുത്രനെ നിഷേധിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള അനുഗ്രഹത്തെയാണ് അവിടെ വായിക്കുന്നത്. जो मसीह को जो ठुकराता नहीं है और मसीह में बने रहने के क्या को फायदा जो है उसका बात को हम देखते हैं पहला यूहन्ना 5:5 में। യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? संसार पर जय पाने वाला कौन है? केवल वो जिसने ये विश्वास किया कि यीशु परमेश्वर का पुत्र है। ഇത് നിരന്തരം വിശ്വസിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ये प्रतिदिन और निरंतर विश्वास करते रहने का एक बात यहाँ पर बोल रहा है.
അപ്പൊ നമ്മളെ മറന്നു പോവുകയോ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ കൊണ്ടും മറ്റു വിഷമങ്ങൾ കൊണ്ടും നമ്മൾ ക്രിസ്തുവിനെ മറന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നിഷേധം വരുന്നുണ്ട്. इसके लिए हम लोग भूल जाते, हम लोग जब ये बात भूल जाते हैं और इसमें हम लोग चलते नहीं है, तो तभी क्या होता है, मसीह को भूल जाने का या मसीह को ठुकराने का एक अवस्था हो जाता है हमारे जीवन में। അപ്പൊ നമ്മളിലുള്ള ക്രിസ്തുവിധം നമ്മൾ തിരിച്ചറിഞ്ഞ് ഉടനെ ഒരു ദിവസം പല പ്രാവശ്യം കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ട് വരുന്നുവെങ്കിൽ നമ്മൾ തികച്ചും ആത്മാർത്ഥതയുള്ള വിശ്വസ്തതയുള്ളവരാണ്. കാരണം നമ്മുടെ കുറവുകൾ മറച്ചു വെക്കാതെ, അതായത് കർത്താവ് നിന്നെ നിഷേധിക്കാൻ എനിക്ക് കഴിയുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ നിഷേധിച്ചു പോകുന്നു, അതുകൊണ്ടാണല്ലോ കോപം വരുന്നത്, പാപം വരുന്നത്, ഈർഷ്യ വരുന്നത്, പിണക്കം വരുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്തുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ്. तो इसके लिए परंतु एक विश्वासी धन्य है वो विश्वासी जो प्रतिदिन ये बात का कमी समझकर, अपना गलती समझकर, हाँ प्रभु मुझ में ये गलती हुआ, मैं कितने बार दिन में आपको ठुकरा रहा हूं बोलकर, ये बात का पहचान होने की वजह से दिन में वो बार बार जब वो मन फिरकर प्रभु की उपस्थिति में आता है, ऐसा विश्वासी धन्य है, क्योंकि उसने अपना गलती को, अपना कमी को समझकर प्रभु की उपस्थिति में आ रहा है और वो पहचान पा रहा है, क्योंकि मैं मसीह का उस जीवन से दूर होने की वजह से और प्रभु को ठुकराने की वजह से मेरे अंदर गुस्सा, ईर्ष्या, नफरत, भेदभाव, दूसरा भाइयों को नीचे गिरा कर देखना, ये सब अवस्था मुझके अंदर हो रहा है, हे प्रभु मुझे क्षमा कर बोलकर वो बात को पहचान कर, वो जब क्षमा मांगकर प्रभु की उपस्थिति में आता है, जितना वो अपने आप को ये पहचान में आता है, उतना वो शुद्ध हो रहा है, निष्कलंक हो रहा है, क्योंकि वो पहचान पा रहा है और वो सीधाईपन में चलने को उसको हो पा रहा है जितना वो पहचानता है। നമ്മളെ ഇന്ന് സഭാജീവിതത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മള് വചനത്തിന്റെ ഒരു ഉപദേശപരമായ കാര്യങ്ങൾ അറിയുകയും ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ അവസ്ഥ അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മള് വഞ്ചിക്കപ്പെടുകയാണ്. इसके लिए प्रियो, हम लोग मसीह जीवन में आज जीते समय में हमारा मसीह चाल चलन क्या है, सिर्फ थोड़ा उपदेश जान लिया उतना ही नहीं, उतना नहीं होना चाहिए, बल्कि हमारा चाल चलन में मसीह का उसी सीधाईपन में भी बने रहना भी जरूरी है। तो प्रतिदिन में मसीह का उस जीवन में बने रहकर चलना ही सच्चा मसीह जीवन है। कुछ ज्ञान समझना, कुछ उपदेश को जानना नहीं है, बल्कि मसीह जीवन में चलना है। നാം ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് ഉപദേശം അറിയുന്നത്. जितना हम लोग मसीह को पहचान में हम लोग बढ़ेगा, मसीह को जितना हम जानेंगे उतना हम उपदेश में भी बढ़ेंगे। അത് കർത്താവാണ്, ഞാൻ എങ്ങനെയുള്ളവനെന്ന് അറിയുന്നതിലൂടെയാണ് നിങ്ങൾ എന്റെ ഉപദേശം അറിയുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. प्रभु ने खुद कहा हुआ बात है कि प्रभु कौन है करके, या प्रभु किस प्रकार का व्यक्ति है, तुम जानोगे, प्रभु को पहचानोगे तो ही प्रभु का उपदेश को भी जान पाएंगे। അപ്പൊ ക്രിസ്തുവിനെ അറിയാതെ നമുക്ക് ഉപദേശം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മള് ക്രിസ്ത്യാനിവരായി രൂപപ്പെടുന്നില്ല. परंतु मसीह को छोड़कर अगर हम लोग कुछ उपदेश को अगर हम जानने लगेंगे तो तभी भी हम लोग मसीह के रूप में अनुरूप नहीं हो रहे। അപ്പൊ നമ്മളെല്ലാവരും പരസ്പരം, ആരും ഇതിൽ നമ്മൾ തികഞ്ഞവരല്ല. നമ്മൾ അന്യോന്യം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കുകയും അന്യോന്യം സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. इस विषय में हम लोग कोई सिद्ध नहीं है, कोई परफेक्ट नहीं है, हम सब में कमियां हैं, हम सब लोग इस विषय में गिर सकते हैं। इसलिए एक दूसरे को, इस विषय को देखते हुए एक दूसरे को प्रेम के साथ भाईचारे में बढ़ना बहुत जरूरी है। एक दूसरे के साथ, भाइयों के साथ संगति बहुत जरूरी है, क्योंकि हम सब लोग एक दूसरे के साथ मिलकर बढ़ने का एक अवस्था है, वो है वचन हमें सिखाता है। അപ്പൊ ഈ കൂട്ടായ്മ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സഭയിലെ കൂട്ടായ്മകൾ, ബൈബിൾ സ്റ്റഡി, യോഗ, എവിടെ വന്നാലും ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക, നമ്മൾ തന്നെ അങ്ങനെ ജീവിക്കുക എന്നുള്ളതിന്റെ ഒരു സാക്ഷാത്കാരമാണ് നമ്മുടെ കൂട്ടായ്മകൾ. तो इसलिए संगति मतलब क्या? एक दूसरे के साथ एकत्र होना और संगति करना, एकत्र होना, और हम लोग बाइबल स्टडी, कलीसिया में मिलना, ये सब का उद्देश्य क्या है? कि हम लोग मसीह का जीवन में हम लोग बढ़े, मसीह का जीवन में हम लोग चलते रहे और एक दूसरे को प्रोत्साहन करें, हम भी बढ़े, दूसरे लोग को भी बढ़ाए। वही संगति का और एकत्र होने का लक्ष्य होना चाहिए। നമ്മളെ എബ്രായ ലേഖനം ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. इब्रानियों का पुस्तक में അവിടെ നാൾ കഴിയും തോറും അതിന്റെ 10ാം അധ്യായത്തിൽ 10 का 25 में हम लोग पढ़ते हैं, जैसे जैसे दिन बीतते जाते हैं, അവിടെ അതിന്റെ 24ാം അധ്യായം, 10ാം അധ്യായം 24-25 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. हम लोग मत्ती का पुस्तक 10 का 25-26 में हम लोग पढ़ते हैं। ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, ഇവിടെ സഭായോഗം എന്ന് പറയുന്ന ടേബിൾ മീറ്റിങ്ങിനെ കുറിച്ചല്ല, നമ്മുടെ കൂടുവരവ്, ഗാദറിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ ഉപേക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിനോ വരാതിരിക്കുന്നതൊന്നും അല്ല. അവർ വരുന്നുണ്ട്, പക്ഷെങ്കിൽ വരുന്നതിന്റെ പ്രോഫിറ്റ് അനുഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ജഡജീവിതത്തിലാണ് വരുന്നത്, ജഡത്തിലാണ് വരുന്നത്.
तो वहां കാരണം पर हम पढ़ते ക്രിസ്തുവിന്റെ ആത്മാവിൽ വന്ന് ക്രിസ്തു ജീവനിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉപേക്ഷയായി വിചാരിക്കുക എന്ന് പറയുന്നത്. അവർ പ്രസന്റ് ആണ്, പക്ഷെ മൈൻഡ് വേറെ സ്ഥലത്താണ്. तो वहां पर वाक्य 25 में पढ़ते समय में कि एक दूसरे के साथ इकट्ठा होने ना छोड़े जैसे किसी की रीति है। तो वहां पर एक दूसरे के साथ इकट्ठा होने ना छोड़ना करके मतलब क्या, केवल वो इतना भी सीमित नहीं करना कि वो लोग मीटिंग में नहीं आ रहे करके उसको उतना अर्थ में केवल नहीं लेना। कुछ लोग मीटिंग में आते तो है, लेकिन संगति में आने के बाद क्या, उन लोग का ध्यान किधर और रहता है, उनका मन किधर और है। वो लोग बस हाजिरी देने के लिए आए, बस नाम के लिए आते हैं वो लोग, परंतु उस संगति का एकत्र होकर जो जीवन पाना चाहिए और उसका जो लाभ उठाना चाहिए वो लाभ नहीं उठा रहा। ऐसे लोग भी क्या कर रहे हैं, इकट्ठा हो, वो लोग भी इकट्ठा छोड़ने को इकट्ठा होने का छोड़ने का अनुभव में वो लोग जी रहे हैं। तो शारीरिक रीति से आना नहीं, लेकिन आत्मिक रीति से आकर आत्मा में उसका लाभ उठाना ही सच्चा संगति का लाभ है। അപ്പൊ നാൾ കഴിയും തോറും അത് കൂടുതൽ കൂടുതലായി ചെയ്യുവീൻ. जैसे 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 दिन बीतते जा रहा है करके देखकर एक दूसरे को हम लोग प्रोत्साहन करना, एक दूसरे को समझाना है, ये बात को एकत्र होने का बढ़ना है हमें। ഇപ്പൊ നമ്മൾ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം ക്രൂശിൽ മരിച്ചു എന്നതിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ ആ മരിച്ചവന്റെ ജീവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ആ ജീവൻ തന്നെയാണ് എന്റെ ദേഹി ജീവൻ എന്ന് ആ നിലയിൽ ജീവിക്കുക എന്നതും കൂടിയാണ് ദൈവം തന്റെ പുത്രനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. इसीलिए हम लोग आज का जो विषय जो हमने मनन किया है वो क्या है, वो ये है कि यीशु मसीह सिर्फ पवित्र शास्त्र के अनुसार हमारा पापों के लिए मरा, सिर्फ उतना ही नहीं, लेकिन पाप से मरने के बाद वो पुनरुद्धान होकर वो जीवन बनकर हमारे अंदर आया, और वही जीवन से अभी विश्वासी उसी जीवन के ऊर्जा से वो जीना है, उसी जीवन के सामर्थ्य से आगे बढ़ के और जीते रहना है। ये इसी इसी के लिए परमेश्वर ने पुत्र को भेजा। അപ്പൊ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് ദൈവം തന്ന ഭാഗ്യം. നമ്മളെല്ലാം ഒരേ പിതാവിന്റെ മക്കൾ. യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരൻ. അങ്ങനെയുള്ള ഒരു ഐക്യത നമ്മളിൽ അന്യോന്യം വർദ്ധിച്ച് ഒരിക്കലും ഭേദിപ്പാൻ കഴിയാത്ത ഒരു ബന്ധം ഇവിടെ സ്ഥാപിച്ച് നമ്മൾ നിത്യതയിൽ അങ്ങനെ തന്നെയാണ്. അവിടെ നിത്യതയിൽ സഭകളൊന്നുമില്ല, അല്ലെങ്കിൽ ബ്രദറൻ സഭയെന്നോ പെന്തക്കോസ് സഭയെന്നോ മർത്തോമ സഭയൊന്നും ഇല്ല. വീണ്ടും ജനിച്ച എല്ലാവരും ഒരു സഭയായി, ഏക സഭയായിട്ട് സ്വർഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. तो इसके लिए हम लोग जैसे जैसे दिन हम लोग बढ़ते जाते हैं, जैसे जैसे दिन आते रहते हैं, समय में हम लोग आओ एकत्र होकर प्रभु का प्रेम में हम लोग बढ़ने का वो मूल्यता को हम समझे। मसीह जीवन का जो जीवन जो हमारे अंदर आया है, उसी जीवन के सामर्थ्य से हम लोग बढ़ते रहे। ऐसा इस बात पे एक दूसरे को प्रोत्साहन करते रहने का लक्ष्य में हम लोग बढ़ते रहे। तो हम लोग ने ये उपदेश जानते हैं, वो उपदेश जानते हैं, उसमें नहीं, लेकिन मसीह के जीवन में बढ़ने का उद्देश्य में हम लोग बढ़े। क्योंकि जैसे ही प्रभु का आगमन होगा, हम लोग उस राज्य में जाएंगे, उस राज्य में कौन सा मंडली का उपदेश, या ये मंडली है, ब्रदरन है क्या, पेंटेकोस्टल है क्या, मर्तोबा है क्या, कैथलिक है क्या, वहां पर या इस प्रकार के जाति लोग वहां पर नहीं रहेंगे, या इस प्रकार के संगठना लोग वहां पर नहीं रहेंगे, बल्कि जिसका नया जन्म हुआ है सिर्फ वही लोग स्वर्ग में दिखाई देगा। കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. കർത്താവ് വേഗം വരുന്നു. ആമേൻ. इसलिए प्रभु प्रभु हम सबको सहायता करे, इस प्रभु का वचन में हम लोग बढ़े, प्रभु हम सबके साथ रहे, प्रभु का महिमा हो। आमीन।